ഏവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. മാക്സിമം എടുക്കാനുള്ള ആ ഒരു പോയിൻറ്സ് എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം? അതായത് രണ്ടാം വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മീറ്റിംഗ് കൂടി ഫ്രാൻസിലെ പാരീസിൽ വെച്ച് കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു മീറ്റിംഗ് കൂടി 1948 ഡിസംബർ 10 മീറ്റിംഗ് കൂടി. ആ ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതായത് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ്, അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നു? വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയി ആചരിക്കുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നു. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലോട്ട് വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതെന്താണ് ബന്ധം നമുക്ക് നോക്കാം. 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടന എന്ത് ചെയ്തു? അംഗീകരിച്ചു അല്ലേ? ഭരണഘടന ആരംഗീകരിച്ചു? ഭരണഘടനാ നിർമ്മാണ സഭ എഴുതിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എഴുതിയ, അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എഴുതിയ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? അംഗീകരിച്ചു അല്ലേ? അംഗീകരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? 1950 ജനുവരി 26 എന്ത് ചെയ്തു? ഇത് നിലവിൽ വന്നു അല്ലേ? ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ഒരു നിയമാവലിയാണ് ഭരണഘടന. അന്ന് നിലവിൽ വന്നപ്പോൾ 22 ഭാഗം 395 അനുച്ഛേദം, ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ എന്ന് പറയും, അനുച്ഛേദം, അതുപോലെ 8 പട്ടിക ഭാഗം, ഇംഗ്ലീഷിൽ പാർട്ട് എന്ന് പറയും, അനുച്ഛേദം, ആർട്ടിക്കിൾ, പട്ടിക, ഷെഡ്യൂൾ എന്ന് പറയും അല്ലേ? ഷെഡ്യൂൾ. 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 22 ഭാഗം 395 അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ്, 8 പട്ടിക. ഇന്ന് വരെ എത്രയുണ്ട്? 25 പാർട്ട്, 470 മേലെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറയും. അതുപോലെ തന്നെ മൊത്തം 12 ഷെഡ്യൂൾ അല്ലെങ്കിൽ 12 പട്ടിക. ഇത്രയാണ് നമ്മൾ നിലവിൽ ഉള്ളത്. ഇതിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് എവിടെ പറഞ്ഞേക്കുന്നു വെച്ചാൽ അത് നമ്മുടെ ഭാഗം 3-ലാണ്. ഭാഗം 3-ൽ അതായത് 25 പാർട്ടുണ്ടല്ലോ, 1, 2, 3, 4. അതിനകത്ത് ഭാഗം 3-ൽ പറഞ്ഞേക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പൗരന് അവൻ്റെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ച്, അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 25 പാർട്ടിൽ 3-ാമത്തെ പാർട്ടിൽ, 25 പാർട്ടിൽ 3-ാമത്തെ പാർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മൗലിക അവകാശങ്ങൾ അല്ലേ? മലയാളത്തിൽ മൗലിക അവകാശങ്ങളെന്ന് പറയും. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇവിടെയാണ് ഒരു പൗരന് ജീവിക്കേണ്ട അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്ത് ജീവിക്കേണ്ട അടിസ്ഥാനമായ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം, അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അടിസ്ഥാനപരമായ എല്ലാ ഗുണങ്ങളോടും ജീവിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞേക്കുന്നത് ഭരണഘടനയിൽ 25-ാം പാർട്ടിൽ 3-ാമത്തെ പാർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര അനുച്ഛേദം തൊട്ട് എത്ര അനുച്ഛേദം? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഈ ആർട്ടിക്കിളിലാണ് ഓരോ ആർട്ടിക്കിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓരോ പൗരൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ശരിക്കും 12 മുതൽ 35 വരെ അല്ല, 14 മുതൽ 32 വരെയാണ്. 14 മുതൽ 32 വരെയാണ് ശരിക്കും അതിൽ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 മുതൽ 32 വരെ. ഇനി ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഈ മൗലിക അവകാശങ്ങൾ പൗരന് വേണ്ടി സംരക്ഷിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന കമ്മീഷനാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തി വന്ന കമ്മീഷനാണ് ഏത്? മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഈ നിയമത്തെക്കുറിച്ച് പറയണം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയണം. എന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്? എന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28 പാർലമെൻറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നിലവിൽ വന്നു. ആ കമ്മീഷൻ്റെ പേരാണ് മനുഷ്യാവകാശ കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ രൂപപ്പെട്ടു വന്നു. ആ കമ്മീഷനാണ് 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ പാർലമെന്റ് വഴി പാസ്സായി വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് ഏത്? മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. കാരണം പാർലമെന്റ് വഴിയാണ് ഈ നിയമം പാസ്സായി വന്നത്, ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്ഥാപനം വന്നത്. അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. ഭരണഘടനയിൽ ഒരിടത്തും ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചോ ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ ആസ്ഥാനം വന്നിട്ട് ഡൽഹിയിലാണ്. ഡൽഹിയിൽ എവിടെയാണ്? ഡൽഹിയിൽ സർദാർ പട്ടേൽ ഭവൻ. പഴയ പേര് വന്നിട്ട് മാനവ് അധികാർ ഭവൻ എന്നായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 1993 സെപ്റ്റംബർ 28 പാർലമെന്റ് എന്ത് ചെയ്തു? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാസ്സാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ നിലവിൽ വന്നു. അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതുപോലെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനയിൽ ഒരിടത്തും ഈ ഒരു കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്. അതുപോലെ സർദാർ പട്ടേൽ ഭവനാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ആസ്ഥാനത്തിൻ്റെ പേര്. ഡൽഹിയിലാണ്. എല്ലാ ഭരണഘടന ആസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ സർദാർ പട്ടേൽ ഭവനാണ്. നമ്മൾ ഇനി ഈ നിയമം, ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആക്ട്സ് 1993 2 തവണ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. ഈ നിയമം ഭേദഗതി ചെയ്തു. 2 തവണ ഈ നിയമം ഭേദഗതി ചെയ്തു. എന്നൊക്കെയാണ്? 2006 2019 എന്ത് ചെയ്തു? ഈ നിയമം ഭേദഗതി ചെയ്തു. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2019 അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2019 അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഭേദഗതി, രണ്ടാമത്തെ ഭേദഗതിയാണ് നമ്മൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് മനുഷ്യാവകാശ കമ്മീഷൻ വന്ന ആ നിയമം വഴി സ്ഥാപിതമായ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു. ഒരു നിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ അത് 2 സഭകളിൽ പാസ്സാക്കിയെടുക്കണം. ഒന്ന് ലോക്സഭ, ഒന്ന് രാജ്യസഭ. പിന്നെ എന്ത് ചെയ്യണം? അത് നിയമം നിലവിൽ വരണമെങ്കിൽ ആര് ഒപ്പുവയ്ക്കണം? പ്രസിഡന്റ് ഒപ്പുവയ്ക്കണം. അപ്പം ആദ്യം 2019 ജൂലൈ 19 എന്ത് ചെയ്തു? ലോക്സഭയിൽ പാസ്സാക്കിയെടുത്തു. ലോക്സഭയിൽ അവതരിപ്പിച്ചു, ലോക്സഭയിൽ പാസ്സാക്കിയെടുത്തു. അതുപോലെ 2019 ജൂലൈ 22 രാജ്യസഭയിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി. അതുപോലെ 2019 ജൂലൈ 27 പ്രസിഡന്റ് എന്ത് ചെയ്തു? പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2019 ജൂലൈ 27 എന്ത് ചെയ്തു? പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2019 ഓഗസ്റ്റ് 2 ഇത് നിലവിൽ വന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. നിലവിൽ
വന്നു? മനുഷ്യാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന് എടുത്തു ചോദിച്ചാൽ അത് 2019 ഓഗസ്റ്റ് 2-നാണ് നിലവിൽ വന്നത്. നമ്മൾ ഈ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി കമ്മീഷൻ ഓരോരുത്തരായി പഠിക്കാൻ പോകുന്നത്. സ്ഥിരാംഗങ്ങൾ, അസ്ഥിരാംഗങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ഈ 2019 അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്ക് പോവാം, നമുക്ക് അടുത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുള്ള പോയിന്റ്സ് അവിടെ ഞാൻ സൈഡിൽ എഴുതിയിടാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ എളുപ്പമായി. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു 1993 സെപ്റ്റംബർ 28-ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കി. 1993 ഒക്ടോബർ 12-ന് എന്ത് ചെയ്തു? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അതുപോലെ ഭേദഗതി 2019 ജൂലൈ 19-ന് എന്ത് ചെയ്തു? ലോക്സഭ പാസ്സാക്കി. ജൂലൈ 22-ന് എന്ത് ചെയ്തു? രാജ്യസഭ പാസ്സാക്കി. ജൂലൈ 27-ന് എന്ത് ചെയ്തു? പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓഗസ്റ്റ് 2-ന് എന്ത് ചെയ്തു? ഈ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2019 എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഇനി ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പോവാം, പഠിക്കാം. ബാക്കി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സർദാർ പട്ടേൽ ഭവനിൽ. സർദാർ പട്ടേൽ ഭവൻ, സർദാർ പട്ടേൽ ഭവൻ, സർദാർ പട്ടേൽ ഭവൻ. പിന്നെന്തെന്ന് പറഞ്ഞു? നമ്മൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും പറഞ്ഞു. അതായത് ഭരണഘടനയിൽ ഒരിടത്തും ഈ ഒരു കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് പാർലമെന്റ് വഴി പാസ്സായി വന്ന ഒരു നിയമമായതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പരീക്ഷയ്ക്ക് ചോദിക്കാം മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. സ്റ്റാറ്റ്യൂട്ടറിയും തരാം, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തരാം ഓപ്ഷൻ. ആൻസർ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് അംഗങ്ങൾ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്തെ അംഗങ്ങൾ എത്രയെന്ന് വെച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. പഴയ റാങ്ക് ഫയലിലും പഴയതിലേക്ക് കിടക്കുന്നത് 5 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. തിരുത്തിക്കോണം. ഇപ്പം എത്രയാണ്? 6 പേരാണ്. 6 പേരാണ്. ഇപ്പം മൊത്തം 6 പേരാണ്. ഇപ്പം ചെയർമാൻ ഉൾപ്പെടെ 1+5 ചെയർമാൻ, ബാക്കി അംഗങ്ങൾ. ഈ 6 പേര് ആരാന്ന് നമ്മൾ പഠിക്കണം. ഈ 6 പേരെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ചെയർമാനാണ്. ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ 2019 ഭേദഗതി വരുന്നതിന് മുമ്പ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു എന്തോന്ന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത, ക്വാളിഫിക്കേഷൻ. പക്ഷേ 2019 ഭേദഗതിയിലൂടെ അതിലൊരു ചേഞ്ച് വന്നു. ഇപ്പോൾ എന്ത് ചെയ്യാം? റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജിനോ അല്ലെങ്കിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഈ 2 പേരിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാം. ഭേദഗതി വരുന്നതിന് മുമ്പ് ആര് മാത്രമേ ഉള്ളായിരുന്നു? റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളായിരുന്നു. ഭേദഗതി വന്നതിന് ശേഷം ഒന്നീ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജിനോ അല്ലെങ്കിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ എന്തോന്നായിട്ടിരിക്കാം? ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇതിൽ അടുത്ത അംഗം എന്ന് പറയുന്നത് റിട്ടയേർഡ് അല്ലെങ്കിൽ സെർവിങ് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവിങ് സുപ്രീം കോർട്ട് ജഡ്ജ് എന്തായിട്ടിരിക്കാം? ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായിട്ട് ഇരിക്കാം. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് റിട്ടയേർഡ് ഓർ സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിന് എന്തോന്നായിട്ടിരിക്കാം? ഇതിലെ അംഗമായിട്ട് ഇരിക്കാം. അപ്പോൾ ഈ 3 വ്യക്തികളും ആരാണ്? കോടതിയിലുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇവർ ജുഡീഷ്യൽ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ 3 പേരും ജുഡീഷ്യൽ ആൾക്കാരാണ്. അപ്പം 3 പേര് ആരൊക്കെയാണ്? ചെയർമാൻ എന്തോന്നാണ് ക്വാളിഫിക്കേഷൻ? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജോ അല്ലെങ്കിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ എന്തോന്നായിട്ടിരിക്കാം? ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കാം. ഭേദഗതി വരുന്നതിന് മുമ്പ് ആര് മാത്രമേ ഉള്ളായിരുന്നു?
റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാത്രമുള്ളായിരുന്നു. ഭേദഗതി വന്നതിന് ശേഷം എന്തായി? റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിനും ഇതിൻ്റെ എന്തോന്നായിട്ടിരിക്കാം? ചെയർമാനായിട്ട് ഇരിക്കാം. അടുത്ത എന്താണ്? റിട്ടയേർഡ് സെർവിങ് സുപ്രീം കോടതി ജഡ്ജിന് എന്താണെന്നായിട്ടിരിക്കാം? ഇതിൻ്റെ അംഗമായിട്ടിരിക്കാം. അതുപോലെ റിട്ടയേർഡ് ഓർ സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന് ഒന്നീ സെർവിങ് ആയിരിക്കണം അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിരിക്കണം. അതിനും എന്തോന്നായിട്ടിരിക്കാം? ഈ 3 പേരിൽ ഒരു അംഗമായിട്ട് ഇരിക്കാം. മൊത്തം 6 പേരാണ് കേട്ടോ. 6 പേര്. ഈ 6 പേര് സ്ഥിരാംഗങ്ങളാണ് കേട്ടോ. സ്ഥിരാംഗങ്ങൾ പെർമനന്റ് മെമ്പേഴ്സാണ്. പെർമനന്റ് മെമ്പേഴ്സാണ്. അപ്പം ഇതാണ് ആദ്യത്തെ 3 പേര്, ജുഡീഷ്യൽ ആൾക്കാർ കേട്ടോ. ജുഡീഷ്യൽ ആൾക്കാർ. ഇനി നമുക്ക് അടുത്ത 3 പേര് നോക്കണം. അടുത്ത 3 പേരിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് വെച്ചാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി പരിചയം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ഈ 3 പേര്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി എന്ത് ചെയ്യണം? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. ഏത്? ഈ 3 പേർക്ക്. അവർ നോൺ ജുഡീഷ്യൽ ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നില്ല? കോടതിയിലൊന്നും വർക്ക് ചെയ്യാത്തവരാണ്. പക്ഷേ അവർക്ക് നിയമവശങ്ങൾ അവർ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. പക്ഷേ അതിനകത്തുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വേണം. അതിൽ ഒരാൾ എന്തോന്നായിരിക്കണം? ഭേദഗതിയിലൂടെ വന്നാണ്. ഒരാൾ എന്തോന്നായിരിക്കണം? ഒരാൾ വിമൺ ആയിരിക്കണം. വനിത ആയിരിക്കണം. അതിൽ ആദ്യത്തെ വനിതാ അംഗമായിരുന്നു, ആദ്യത്തെ വനിതാ അംഗമായിരുന്നു എം ഫാത്തിമ ബീവി ആയിരുന്നു ആദ്യത്തെ വനിതാ അംഗം. ഇപ്പോഴത്തെ ആരെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ ആരെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ജ്യോതിക കർലെ. ഇപ്പോഴത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ 6 പേരിലെ ഒരംഗം, വനിതാ അംഗം ഇപ്പോൾ ഇരിക്കണമെന്ന് ആരെന്ന് എടുത്ത് ചോദിച്ചാൽ അത് ആരാണ്? ജ്യോതിക കർലെ കേട്ടോ. ജ്യോതിക കർലെ. അപ്പം നമ്മൾ ജുഡീഷ്യൽ ആൾക്കാരെ നോക്കി, അടുത്ത നോൺ ജുഡീഷ്യൽ ആൾക്കാരെ നോക്കി. ആ നോൺ ജുഡീഷ്യലിനകത്ത് 3 പേരിൽ ഒരാൾ വനിതയായിരിക്കണം. ബാക്കി 2 പേരും അവിടെ നിന്നോട്ടെ. അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ആദ്യത്തെ അത് ഭേദഗതിയിലൂടെയാണ് വന്നത് കേട്ടോ. ഭേദഗതിയിലൂടെയാണ് വന്നത്. അതിൽ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആരായിരുന്നു? എം ഫാത്തിമ ബീവി ആയിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഇരിക്കുന്നത് ജ്യോതിക കർലെ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോഴത്തെ വനിതാ അംഗം ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ജ്യോതിക കർലെ. അപ്പോൾ നമ്മൾ 3 പേരെ നോക്കി അല്ലേ? 3 ജുഡീഷ്യലും നോക്കി, 3 നോൺ ജുഡീഷ്യലും നമ്മൾ നോക്കി. 6 സ്ഥിരാംഗങ്ങളെ നോക്കി. 6 സ്ഥിരാംഗങ്ങളെ നോക്കി. ഇനി ഇവരെ കാലാവധി വേണമല്ലോ. ടെന്യൂർ എപ്പോഴെന്ന് അറിയണം. ഇനി നമ്മൾ ടെന്യൂർ എപ്പോഴും നോക്കണം. ഇനി ഇവരെ കാലാവധി എപ്പോഴാണ് നോക്കണം. ഭേദഗതി വരുന്നതിന് മുമ്പ്, 2019 ഭേദഗതി വരുന്നതിന് മുമ്പ്, ചേഞ്ചസ്, ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് കാലാവധി 5 വർഷമോ 70 വയസ്സോ ആയിരുന്നു. 5 വർഷമോ 70 വയസ്സോ ആയിരുന്നു. ഭേദഗതി വന്നതിലൂടെ 2019 ഭേദഗതി വന്നതിലൂടെ എന്തായി? 3 വർഷമോ 70 വയസ്സോ ആയി മാറി. 3 വർഷമോ 70 വയസ്സോ ആയി മാറി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 വർഷമോ 70 വയസ്സോ ആയിട്ട് എന്ത് ചെയ്തു? ഇവരെ ടെന്യൂർ, കാലാവധി മാറിയിട്ടുണ്ട്. 3 വർഷമോ 70 വയസ്സോ ആയി മാറി. അപ്പം മുമ്പ് ഭേദഗതി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? 5 വർഷമോ 70 വയസ്സായിരുന്നു. ഇപ്പോൾ എത്രയായി മാറി? 3 വർഷമോ 70 വയസ്സോ ആയിട്ട് മാറി. ടെന്യൂർ 3 വർഷമോ 70 വയസ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള അസ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ടേം ഉണ്ട്. അസ്ഥിരാംഗങ്ങൾ, അതായത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അതിനെ അസ്ഥിരാംഗങ്ങൾ എന്ന് പറയും. അസ്ഥിരാംഗങ്ങൾ. എന്താണ് അസ്ഥിരാംഗങ്ങൾ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? വെങ്കയ്യ നായിഡു അല്ലേ? വെങ്കയ്യ നായിഡു ആണ്. വൈസ് പ്രസിഡന്റിന് അധികമായി കിട്ടുന്ന അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പവർ കിട്ടുന്നതാണ് എന്തോന്ന്? രാജ്യസഭ ചെയർമാൻ. ഇത് അദ്ദേഹത്തിന് ഓൾറെഡി കിട്ടുന്ന ഒരു അഡീഷണൽ
പദവിയാണ്. അതുപോലെയാണ് ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഒരാൾ ഒരു പദവിയിൽ ഇരിക്കുകയായിരിക്കും. അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഈ NHRC ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലോട്ട് എന്ത് ചെയ്യും, ഒരു അഡീഷണൽ പദവിയും കൂടെ കിട്ടും. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നിലവിൽ ടോട്ടൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരെന്ന് വെച്ചാൽ 7 പേരാണ് ടോട്ടൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്തെന്ന് പിടികിട്ടിയല്ലോ. ഓൾറെഡി ഒരു പദവിയിൽ ഇരിക്കുകയായിരിക്കും, അതിൻ്റെ കൂടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും കൂടെ എന്ത് ചെയ്യാം, അഡീഷണൽ പദവിയും കൂടെ വഹിക്കാം. അതിനെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി ചെറിയ മോശമാണ്, ഫോർ മൈനോറിറ്റീസ്, അതായത് ദേശീയ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷം കേട്ടോ, മൈനോറിറ്റീസ് ആണ് കേട്ടോ. പിന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡാണ്, അത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷൻ ചെയർമാൻ, ഇതിൻ്റെ ആദ്യത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന ആരെന്ന് വെച്ചാൽ ഹസൻ റിസ്വി ആണ് കേട്ടോ. ഹസൻ റിസ്വിയാണ് ഇപ്പോഴത്തെ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷൻ ചെയർമാൻ. രണ്ടാമത്തെ ആരെന്ന് വെച്ചാൽ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ SC, അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അതാരാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ രാം ശങ്കർ കത്തേരിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ SC, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ആരെന്ന് വെച്ചാൽ അതാരാണ് രാം ശങ്കർ കത്തേരിയ. ഇനി മൂന്ന് എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അതാരെന്ന് വെച്ചാൽ ഇപ്പോൾ ആരാണ്? രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്നത് രേഖ ശർമ്മയാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ST, ദേശീയ പട്ടിക വികസന കമ്മീഷൻ ചെയർമാൻ. ഇപ്പോൾ ആ സീറ്റ് വേക്കൻ്റ് ആണ്. ഈ നാല് പേരായിരുന്നു ഈ ഭേദഗതി വരുന്നതിന് മുമ്പ് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അഡീഷണൽ 3 പേരും കൂടെ വന്നു. 2019 ഭേദഗതിയിലൂടെ 3 പേരും കൂടെ ആഡ് ചെയ്തു. 3 പേരെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 7 പേരുണ്ട്. 4 പേര് ഓൾറെഡി ഭേദഗതി വരുന്നതിന് മുമ്പ് ഉള്ളവരായിരുന്നു. ബാക്കി 3 പേര് ആഡ് ചെയ്തത് 2019 ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്, ആഡ് ചെയ്തത്. അപ്പം ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് 3 പേരെയാണ്. നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത നോക്കേണ്ടത് 3 പേരാണ്. അടുത്ത 3 പേര് ആരൊക്കെയെന്ന് നോക്കണം. അപ്പം 2019 ഭേദഗതിക്ക് മുമ്പ് എത്ര പേരായിരുന്നു? 4 പേരായിരുന്നു അല്ലേ. ഇനി അടുത്തത് 3 പേര് ആരൊക്കെയെന്ന് നോക്കണം. അടുത്ത 5ാമത്തെ ആളെന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് മൈനോറിറ്റീസ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. അതായത് 2019 ഭേദഗതിക്ക് ശേഷം ആഡ് ചെയ്ത ബാക്കി 3 പേർ ആരൊക്കെയെന്നാണ് നമുക്ക് നോക്കേണ്ടത്.
അപ്പം ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് മൈനോറിറ്റി, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം ആരാണിപ്പോൾ? ഭഗവാൻ ലാൽ സാനി. ഭഗവാൻ ലാൽ സാനിയാണ് ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് മൈനോറിറ്റി, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ. അടുത്ത 6 എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അതാരെന്ന് ചോദിച്ചാൽ പ്രിയങ്ക കനുങ്കോ ആണ് എന്തോന്ന്? ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത 7ാമത്തത് എന്ന് പറയുന്നത് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ദേശീയ ഭിന്നശേഷി വികസന കമ്മീഷൻ ചെയർമാൻ. അപ്പം 5, 6, 7 ഈ 3 പോസ്റ്റാണ് എന്ത് ചെയ്ത് 2019 ഭേദഗതിയിലൂടെ ആഡ് ചെയ്ത 3 പോസ്റ്റുകൾ. ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് മൈനോറിറ്റീസ്, അതുപോലെ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതുപോലെ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഈ 3 പോസ്റ്റുകളും കൂടെ ചേർത്താണ് ടോട്ടൽ എത്ര വരുന്നത്? 4 + 3 = 7 പേർ. അപ്പം എത്ര? 7 അസ്ഥിരാംഗങ്ങൾ. 7 അസ്ഥിരാംഗങ്ങളായി. അപ്പോൾ ഇത്രയാണ് 7 അസ്ഥിരാംഗങ്ങൾ. ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച 6 സ്ഥിരാംഗങ്ങളിലെ ഈ 6 സ്ഥിരാംഗങ്ങൾ എങ്ങനെയാണ് നിയമിക്കുന്നത്, എങ്ങനെയാണ് നിയമനം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കണം. 6 പേരെ എടുക്കുകയാണ്. ഈ 6 പേരെ നിയമനം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് കേട്ടോ. പ്രസിഡന്റ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ്, ആദരണീയനായ പ്രസിഡന്റ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ 6 സ്ഥിരാംഗങ്ങളെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പ്രസിഡന്റിന് ഈ 6 പേരെ നിയമിക്കാൻ ശുപാർശ കിട്ടുന്നത്? അത് ശുപാർശ ചെയ്യുന്നത് 6 പേരടങ്ങിയ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഈ 6 പേരെ നിയമിക്കുന്നത്. അപ്പോൾ ഈ 6 പേരുണ്ട് ആരൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ആ 6 പേര്, ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ലോക്സഭ ചെയർമാൻ. നാലാമത്തെ ആൾ എന്ന് പറയുന്നത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. 5ഉം 6ഉം എന്ന് പറയുന്നത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഒപ്പോസിഷൻ ലീഡേഴ്സാണ്. അപ്പോൾ ഈ 6 പേരുടെയും ശുപാർശ ഈ 6 പേരടങ്ങിയ കമ്മിറ്റി എന്ത് ചെയ്യും? പ്രസിഡന്റ് ഇവർ 6 പേര് ചേർന്ന് എന്ത് ചെയ്യും? ഈ 6 സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? പ്രസിഡന്റിന് ശുപാർശ കത്തായിട്ട് കൊടുക്കും. ആ കത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഈ 6 പേരെ നിയമിക്കുന്നത്. അപ്പോൾ നിയമനം ചെയ്യപ്പെടുന്നത് ഈ 6 പേര് അടങ്ങിയ ഒരു കമ്മിറ്റി എന്ത് ചെയ്യും? ഒരു സെലക്ഷൻ ട്രയൽ നടത്തി ആ 6 പേര് സെലക്ട് ചെയ്യും. 6 പേരെ ആ 6 പേരാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിന് ശുപാർശ കത്തായി കൊടുക്കുന്നത്. പ്രസിഡന്റ് ഈ 6 പേരെയാണ് നിയമിക്കേണ്ടത്. അപ്പോൾ 6 സ്ഥിരാംഗങ്ങളെ നിയമനം ചെയ്യുന്നത് ആരാണ്? നിയമനം ബൈ പ്രസിഡന്റ് വഴിയാണ് ഇവരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ നിയമിക്കുന്നത് പോലെ തന്നെ ഇവരെന്തെങ്കിലും ഈ 6 പേരിൽ ഇവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം. ഡയറക്റ്റ് റിമൂവൽ അല്ല, സുപ്രീം കോടതി വഴി എൻക്വയറി ഒക്കെ നടത്തിയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ റിമൂവൽ എന്ന് പറയുന്നത് റിമൂവലും ആര് തന്നെ? പ്രസിഡന്റ് കേട്ടോ. റിമൂവലും പ്രസിഡന്റാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വ്യക്തികളെ കുറിച്ച് അറിയണം. NHRCയിലുള്ള പ്രമുഖ വ്യക്തികൾ.
നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറഞ്ഞത് ആരായിരുന്നു? രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ, അദ്ദേഹം ഫസ്റ്റ് കേട്ടോ, രണ്ടാമത്തെ ആരെന്ന് വെച്ചാൽ വെങ്കിട ചെല്ലയ്യ. രണ്ടാമത്തെ ആരെന്ന് വെച്ചാൽ ആരാണ്? വെങ്കിട ചെല്ലയ്യ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? മലയാളിയായ KG ബാലകൃഷ്ണൻ ആയിരുന്നു ലോങ്ങസ്റ്റ് സർവിങ് NHRC കമ്മീഷനിലെ ലോങ്ങസ്റ്റ് സർവിങ് NHRC കമ്മീഷണർ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷണറായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആരെന്ന് വെച്ചാൽ അത് മലയാളിയായ വ്യക്തിയായ KG ബാലകൃഷ്ണൻ സാറായിരുന്നു ഏറ്റവും കൂടുതൽ ഇരുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ആക്ടിംഗ് ചെയർമാൻ ആയിട്ടിരുന്നത് ആരാണ്? ശിവരാജ് പാട്ടീൽ. ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ഇരുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ അത് ശിവരാജ് പാട്ടീലായിരുന്നു. ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ഇരുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ അത് ശിവരാജ് പാട്ടീലായിരുന്നു. ഇനി ഇപ്പോഴത്തെ ആരെന്ന് വെച്ചാൽ പ്രസന്റ്ലി ആരെന്ന് ചോദിച്ചാൽ ഇപ്പം ആരുമില്ല. നേരത്തെ ഇരുന്നത് ആരായിരുന്നു? HL ദത്തുവിൻ്റെ കാലാവധി ഡിസംബർ 2, 2020 വരെ ആയിരുന്നു. ഡിസംബർ 2, 2020 വരെ ആയിരുന്നു. ഇപ്പം സീറ്റ് വേക്കൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു 1 കൊല്ലം കൂടെ നീട്ടി കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ കറക്റ്റ് ഇല്ല. ഇപ്പോൾ എല്ലായിടത്തും കിടക്കുന്നത് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. HL ദത്തു ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ടെന്യൂർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഡിസംബർ 2, 2020 അദ്ദേഹം എന്ത് ചെയ്തു? ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആ ഒരു കാലാവധി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. പ്രസൻ്റ്ലി ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് കമ്മീഷൻ ആരായിരുന്നു? NHRCയുടെ അത് രംഗനാഥ മിശ്ര ആയിരുന്നു. രണ്ടാമത്തത് വെങ്കട ചെല്ലയ്യ. മൂന്നാമത്തേത് KG ബാലകൃഷ്ണൻ എന്താ ലോങ്ങസ്റ്റ് സർവിങ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ലോങ്ങസ്റ്റ് സർവിങ് കമ്മീഷണറായിരുന്നു KG ബാലകൃഷ്ണൻ. നാലാമത്തേന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആക്ടിംഗ് ചെയർമാൻ ആയിരുന്നത് ശിവരാജ് പാട്ടീൽ. അഞ്ചാമത്തേന്ന് പറഞ്ഞത് എന്തോന്നാണ്? പ്രസന്റ്ലി ഇപ്പം ആരുമില്ല, സീറ്റ് വേക്കൻ്റ് ആണ്. HL ദത്തു ഓൾറെഡി ഡിസംബർ 2, 2020 എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാലാവധി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ആരും ഇല്ല, സീറ്റ് ഇപ്പോഴും വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓരോ ബോഡീസ് ഒന്നീ അത് എന്തോന്നായിരിക്കാം? ഒന്നീ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കാം. ഇവരെന്ത് ചെയ്തു? ഇവർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്കൊരു വാർഷിക റിപ്പോർട്ട് കാണുമല്ലേ? റിപ്പോർട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായി വർക്ക് ചെയ്യുന്ന ബോഡീസ് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റാണ്. എക്സാമ്പിൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ പട്ടികജാതി SC കമ്മീഷൻ, ST കമ്മീഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനയിൽ പറയാത്ത ഒരു ബോഡി ആയതുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പം ചോദിക്കാം, ചുവടെ തന്നിരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? പ്രസിഡന്റ്. ഓപ്ഷൻ A പ്രസിഡന്റ് കൊടുക്കാം. ഓപ്ഷൻ B വന്നിട്ട് പ്രൈം മിനിസ്റ്റർ. ഓപ്ഷൻ C സെൻട്രൽ ഗവൺമെൻറ്. ഓപ്ഷൻ 4 നൺ ഓഫ് ദീസ്. അങ്ങനെ കൊടുക്കാം. അപ്പോൾ ആരാണ് ഉത്തരം? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഉത്തരം. അപ്പോൾ ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ 3 പേര്. എത്ര അംഗങ്ങൾ എന്ന് വെച്ചാൽ എത്ര പേരാണ്? 3 പേര്. 3 പേരാണ് ടോട്ടൽ അംഗങ്ങളായിട്ടുള്ളത്. ഇനി ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായിട്ട് ഇരിക്കുന്ന കമ്മീഷണർ ഉണ്ടല്ലോ,
കമ്മീഷൻ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനോ എന്തായിരിക്കാം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാം. അപ്പോൾ റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജിനോ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനോ എന്തായിട്ടിരിക്കാം, ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരിക്കാം. എന്തുകൊണ്ടാണ് 2019 ഭേദഗതി വരുന്നതിന് മുമ്പ് ആര് മാത്രമുള്ള റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ്, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന് മാത്രമേ എന്തോന്നായിട്ടിരിക്കാൻ പറ്റുള്ളൂ, ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 2019 ഭേദഗതിയിലൂടെ എന്തായി അത് മാറ്റി, അത് ഒന്നീ റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജിനോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനോ എന്താണെന്നിട്ടിരിക്കാം, ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായിട്ട് ഇരിക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? MM പരീത് പിള്ളയായിരുന്നു ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോഴത്തെ ആരെന്ന് വെച്ചാൽ കറണ്ട്ലി ആരെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആരെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആന്റണി ഡൊമിനിക്. അപ്പോൾ ഇപ്പോഴത്തെ ആരെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആരാണ്? കറണ്ട്ലി ആരാണ്? ഇറ്റ് ഈസ് ആന്റണി ഡൊമിനിക് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അംഗങ്ങൾ 3 പേർ, ചെയർമാൻ +2. ക്വാളിഫിക്കേഷൻ റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജോ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ ആയിരിക്കാം. അതുപോലെ തന്നെ ആദ്യത്തേത് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തേത് MM പരീത് പിള്ള. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് MM പരീത് പിള്ള ആയിരുന്നു. കറണ്ട്ലി ഇപ്പോഴത്തെ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ആന്റണി ഡൊമിനിക്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകണം. നമ്മളിപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻട്രലായിട്ട് ബന്ധപ്പെട്ട അല്ലേ, സെൻട്രലായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കി പാർലമെൻറ്റ്. 93 ഒക്ടോബർ 12 എന്ത് ചെയ്തു? നിലവിൽ വന്നു. 2019 ഇതെന്ത് ചെയ്യും? അമെൻമെൻറ്റ് അല്ലേ. ആ അമെൻമെൻറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചത്. 19 ലോക്സഭ, 12 രാജ്യസഭ, 27 പ്രസിഡന്റ്. ഓഗസ്റ്റ് 2 മനുഷ്യാവകാശ ഭേദഗതി 2019 എന്ത് ചെയ്തു? നിലവിൽ വന്നു. ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുപോലെ 6 സ്ഥിരാംഗങ്ങളുടെ അതിൽ ചെയർമാൻ്റെ കാലാവധി 3 വർഷമോ 70 വയസ്സോ ഏതാണോ ആദ്യം. അതുപോലെ 7 അസ്ഥിരാംഗങ്ങൾ. അതുപോലെ സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആ സ്ഥിരാംഗങ്ങളെ നിയമനം ചെയ്യുന്ന പ്രസിഡന്റാണ്. പ്രസിഡന്റ് എവിടെ നിന്നാണ് ശുപാർശ കത്ത് കിട്ടുന്നത് വെച്ചാൽ 6 കമ്മിറ്റി, പ്രധാനമന്ത്രി ഉൾപ്പെടെ 6 കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഇവരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ റിമൂവൽ ചെയ്യുന്നതും, ഇതിനകത്തുള്ള അംഗങ്ങളെ റിമൂവ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. നിയമനം ഗവർണറാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇവരെ റിമൂവ് ചെയ്യുന്നത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിയമനം ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത്, ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ റിമൂവ് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ അത് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇത്രയാണ് നമ്മുടെ സംസ്ഥാനം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പഠിച്ചല്ലേ. ഈ നമ്പർ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഈ നമ്പർ 14433. എന്താണ് 14433 എന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ടോൾ ഫ്രീ നമ്പറാണ് 14433. എന്തിനാണ് ഈ നമ്പർ എന്ന് വെച്ചാൽ ഓൺലൈൻ വഴി കംപ്ലൈൻറ്റ് രജിസ്റ്ററിങ് കാര്യക്ഷമമാക്കാൻ വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്ത ടോൾ ഫ്രീ നമ്പറാണ് 14433. അപ്പം
എന്താണ് ഓൺലൈൻ കംപ്ലൈനിങ് സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്ത ഓൺലൈൻ കംപ്ലൈനിങ് നമ്പർ, ടോൾ ഫ്രീ നമ്പറാണ് 144 14433. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CA ആണ് കേട്ടോ, കറണ്ട് അഫെയർ നോട്ട് ചെയ്തോണേ, കറണ്ട് അഫെയർ. അപ്പം ഇത്രയാണ് നമ്മൾ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രസക്തമായ വെരി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ഇത്തിരി മോശമാണ്, തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ലൈക്ക്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ ഇനിയും ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം തരുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.